അയാൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒട്ടുമിക്ക സ്റ്റുഡൻസിനും എക്സാം പോയിന്റിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പഠിക്കാൻ വളരെ ടഫായിട്ട് ഫീൽ ചെയ്ത് അവർ സ്കിപ്പ് ചെയ്യുന്ന എന്നാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതും മാർക്ക് സ്കോറിംഗും ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അതെങ്ങനെ നമുക്ക് ഈസിയായി എക്സാം പോയിന്റിൽ പഠിക്കാം എന്നുള്ളതാണ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററിന്റെ കോമൺ ബേസ് കോൺഫിഗറേഷൻ, അതിന്റെ തന്നെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഇത് 2 പാർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ വരുന്ന ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. പോളിടെക്നിക് ഡിപ്ലോമ സ്റ്റുഡൻസില് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ബയോമെഡിക്കൽ, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് അലൈഡ് ബ്രാഞ്ചസിൽ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ബ്രാഞ്ച് സ്പെസിഫിക് തിയറിയിൽ ട്രാൻസിസ്റ്റർ ഒരു മൊഡ്യൂളാണ്. അപ്പൊ ഈ ട്രാൻസിസ്റ്ററിന്റെ മൊഡ്യൂളിൽ വരുന്ന ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ്, ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയർ എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഇൻപുട്ട് ക്യാര എളുപ്പത്തിൽ പഠിക്കാം നോക്കാം. ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഒരു ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ വരക്കാനാണ്. സിമ്പിൾ വെച്ച് വരക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും ആരോ എങ്ങനെ ഇടണം എന്നൊക്കെ. അപ്പൊ സ്ട്രക്ചർ ആവുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യാം, ആദ്യം ഒരു ട്രാൻസിസ്റ്റർ സ്ട്രക്ചർ. അപ്പൊ ആദ്യം ഒരു റെക്ടാംഗുലർ ബോക്സ് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് എമിറ്റർ ഒരു ചെറുത്, ബേസ് ചെറുത്, കളക്ടർ എപ്പോഴും വലുതായിരിക്കും. ഇനി അതിന് മുകളിൽ തന്നെ ട്രാൻസിസ്റ്ററിന്റെ NPN ആണോ PNP വെച്ചിട്ടാണോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് എഴുതാം. ഇനി 2 ജംഗ്ഷൻസ് ആണ് ഉള്ളതെന്ന് അറിയാം, 2 ജംഗ്ഷൻസും മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി എന്താണ്, ബയാസിംഗ് കൊടുക്കണം. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ ബയാസിംഗ് ഓർത്തു വെക്കാനുള്ള വഴി എന്താ, ലെഫ്റ്റ് ഫോർവേഡ് FR എന്ന് ഓർത്തു വെക്കുക. FR ഇവിടെ ഫോർവേഡ്, അവിടെ റിവേഴ്സ്. ഇനി ഫോർവേഡ് ബയാസിംഗ് എങ്ങനെയാണ്, അത് ഇങ്ങനെ എല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ Pയിലേക്ക് പോസിറ്റീവ്, ഇത് ഓർത്തു വെക്കുക. അപ്പൊ നമ്മളിവിടെ ഫോർവേഡ് ബയാസിംഗ് ചെയ്യുമ്പോൾ Pയിലേക്ക് പോസിറ്റീവ് കൊടുക്കുക, അപ്പൊ മറ്റോടത്തേക്ക് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് കൊടുത്തു. ഇനി ഇവിടെ കൊടുക്കേണ്ട എന്താണ്, റിവേഴ്സ് ആണ്. അപ്പൊ Pയിലേക്ക് പോസിറ്റീവ് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ Pയിലേക്ക് നെഗറ്റീവ്, ഒരു സെല്ലും കൂടി കൂട്ടി വരയ്ക്കുന്നു. വളരെ ഈസി ആയിട്ട് നമ്മൾ ബയാസിംഗ് ചെയ്തു. ആകെ നമ്മൾ ഓർത്തു വെച്ച ടിപ്പ് എന്താണ്, FRഉം Pയിലേക്ക് പോസിറ്റീവ് എന്നുള്ളത് മാത്രമാണ്. ഇനി ടെർമിനൽസ് മാർക്ക് ചെയ്യുക. ഇവിടെ എമിറ്റർ, ഇവിടെ ബേസ്, ഇവിടെ കളക്ടർ. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യണം, ഈ ബയാസിംഗിന് നമ്മൾ പേര് കൊടുക്കണം. ഈ പേരൊന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്യണ്ട. നമ്മൾ ഏത് ടെർമിനൽസിന്റെ ഇടയിലാണോ കൊടുത്തത്, വോൾട്ടേജിന്റെ സിമ്പിൾ V ആണെന്ന് നമുക്കറിയാം. എമിറ്ററിന്റെയും ബേസിന്റെ ഇടയിലായതുകൊണ്ട് ഇതിനെ VBE എന്ന് കൊടുത്തു. അപ്പൊ ഇത് ഏതിന്റെ ഇടയിലാണ്, കളക്ടറിന്റെയും ബേസിന്റെ ഇടയിലാണ്. അപ്പൊ അതിന്റെ പേര് എങ്ങനെ കൊടുക്കുക, VCB അല്ലെങ്കിൽ VBC എന്ന് കൊടുക്കാം. അപ്പൊ ബയാസിംഗിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത്രയായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 7 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2-3 മാർക്സ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ സ്ട്രക്ചർ നീറ്റായിട്ട് വരക്കുക മാത്രമാണ് ചെയ്തത്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻപുട്ട് സൈഡിൽ വരുന്ന വാല്യൂസ് ആണ് നോക്കേണ്ടത്. അപ്പൊ ഇൻപുട്ട് സൈഡിൽ എന്തൊക്കെയാണുള്ളത്, വോൾട്ടേജ് ഏതാണുള്ളത്, VBE എന്നുള്ളതാണ് ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജ്. അവിടെ വരുന്ന കറണ്ട് ഏതാണ്, IE അഥവാ എമിറ്റർ കറണ്ട് IE. അപ്പൊ നമ്മുടെ ഇൻപുട്ട് ക്യാരന്റെ പ്ലോട്ട് എപ്പോഴും IE വേഴ്സസ് VB ആയിരിക്കും. അവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന പാരാമീറ്റർ VCB ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് സൈഡിലുള്ള പാരാമീറ്റേഴ്സ് പ്ലോട്ട് ചെയ്യുക, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഇത് 2 കേസസ് ആയിട്ടാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കേസ് 1, ഈ VCB 0 വോൾട്ട് ആണ് എന്ന കണ്ടീഷൻ. കേസ് 1 VCB = 0 വോൾട്ട്. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡില് റിവേഴ്സ് ബയാസിംഗ് നമ്മൾ കൊടുക്കുന്നില്ല. ഇവിടെ നമ്മൾ ഇത് കൊടുക്കാത്ത കണ്ടീഷൻ ആണെങ്കിൽ ഈ സൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യുക, ഒരു PN ജംഗ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുക, ഒരു ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ. അപ്പൊ ഒരു ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ കട്ട് ഇൻ വോൾട്ടേജ് 0.7 ആണെന്ന് കരുതുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇത് ഏത് കണ്ടീഷൻ ആയിരുന്നു, കേസ് 1 അഥവാ VCB = 0 വോൾട്ട്. ഇനി അടുത്തത് കേസ് 2, നമ്മൾ VCB കുറച്ചും കൂടി ഒരു ഹയർ വാല്യൂ വെക്കാം, -10 വോൾട്ട് ആക്കി കൊടുക്കുക. അപ്പൊ VCB ഇവിടെ -10 വോൾട്ട് ആക്കി കൊടുക്കുന്ന സമയത്ത്, അതായത് റിവേഴ്സ് ബയാസിംഗ് കൂട്ടുമ്പോ നമ്മൾ ഒരു ഫിനോമിനൻ പഠിച്ചിട്ടുണ്ട്, ബേസ് വിഡ്ത്ത് മോഡുലേഷൻ അഥവാ ഏർലി ഇഫക്ട്. അതെന്താ പറയുന്നത്, ഇവിടെ ഉള്ള വോൾട്ടേജ് കൂടുമ്പോ ഈ ജംഗ്ഷൻ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജംഗ്ഷൻ ഇറങ്ങാൻ തുടങ്ങും, ബേസിലേക്ക് ഈ ജംഗ്ഷൻ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും.
അപ്പൊ എന്താ ഉണ്ടാവുക, ബേസിന്റെ വീതി കുറയും. അപ്പൊ അത് എവിടേക്ക് പെനട്രേറ്റ് ചെയ്യും, ഈ ജംഗ്ഷന്റെ വിഡ്ത്തും കുറക്കും. ഈ ജംഗ്ഷന്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കട്ടിംഗ് വോൾട്ടേജ് കുറയുകയും കുറച്ച് ഏർലി തന്നെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ കുറച്ച് നേരത്തെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, VCB കൂട്ടുമ്പോൾ, നമ്മളിവിടെ -10 വോൾട്ട് വെക്കുമ്പോൾ. ഇനി നിങ്ങൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ VCB കുറച്ചും കൂടി കൂട്ടിയാൽ കുറച്ചും കൂടി നേരത്തെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിന്റെ റീസൺ എന്താണ്, ഏർലി ഇഫക്റ്റ് അഥവാ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. ഇതും നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് 2 കേസസ് വെച്ചിട്ട് വളരെ ഈസിയായി ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച് വരക്കാവുന്നതാണ്. ഇനി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.